നമസ്കാരം, ഇത് IBN മലയാളം. ഹോട്ടൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇനി ചിലവേറും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിച്ച് ഹോട്ടൽ ഉടമകൾ. പച്ചക്കറി, മാംസം, പാൽ, പാചകവാതകം എന്നിങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയെന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാലാണ് വില വർദ്ധിപ്പിച്ചതെന്നും ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഊണിന് 10 രൂപ വർദ്ധിപ്പിച്ചു. കറികളുടെ ലഭ്യക്കൂടുതലനുസരിച്ച് 70 രൂപ മുതൽ 100 രൂപ വരെയായിരുന്നു ഊണിന് ഈടാക്കിയിരുന്നത്. 12 രൂപയായിരുന്ന പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചായയ്ക്കും കാപ്പിക്കും 13 രൂപയായി മാറി. 12 രൂപയാണ് അപ്പം, ദോശ എന്നിവയുടെ പുതിയ വില. സാമ്പാറിനും ഗ്രേവിക്കും 20 രൂപ, മസാല ദോശ 80 രൂപ, മുട്ടക്കറി 40 രൂപ, ബ്രൂ കോഫി 20 രൂപ, ബനാന റോസ്റ്റ് 15 രൂപ, വെജിറ്റബിൾ കുർമ 60, വെജിറ്റബിൾ കറി 40, വട 13 എന്നിങ്ങനെയാണ് പുതുക്കി വില നിശ്ചയിച്ച മറ്റു ഭക്ഷണ സാധനങ്ങൾ. ഹോട്ടലുകളിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില താങ്ങാനാവാത്ത വിധം വർദ്ധിച്ചിട്ടും വിലക്കയറ്റത്തിന് ആനുപാതികമായി ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ലെന്നും ഉൽപാദകന് വില നിശ്ചയിക്കാം എന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വില കൂട്ടിയതെന്നും മറ്റു ജില്ലകളിൽ നേരത്തെ തന്നെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു. ഓണക്കാലമാകുന്നതോടെ ഹോട്ടൽ തൊഴിലാളികളുടെ വേതനം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിക്കുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഹോട്ടലുകളിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതോടെ ഭക്ഷണത്തിന്റെ വില വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും ഭാരവാഹികൾ പ്രതികരിച്ചു. പച്ചക്കറി, ഇറച്ചി, മത്സ്യം, പാചകവാതകം, പാൽ തുടങ്ങി വിപണിയിൽ വരുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടി. തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചു. കോവിഡിന് മുൻപാണ് ഹോട്ടൽ ഭക്ഷണത്തിന് ഇതിനു മുൻപ് വില വർദ്ധിപ്പിച്ചത്. പ്രതീക്ഷയോടെ തുടങ്ങിയ പല ഹോട്ടലുകളും മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MK ഉല്ലാസ് പറഞ്ഞു. സാധനങ്ങളുടെ വിലവർദ്ധനവിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് വില കൂട്ടിയത്. ഹോട്ടൽ മേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കൂടി വരികയാണെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് മാത്യു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.